ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീതു Indo-Italian ഡിഷസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മത്തങ്ങ കൊണ്ട് എങ്ങനെയാണ് ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് മത്തങ്ങ വെച്ചൊരു ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മത്തങ്ങ എല്ലാവരുടെയും വീട്ടിൽ ഓൾമോസ്റ്റ് കാണും. അതുതന്നെയല്ല, മത്തങ്ങയ്ക്കൊരു നല്ല ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയാൽ പറ്റും. അതിന് വേണ്ട സാധനങ്ങൾ: മത്തങ്ങ ചെറിയ സ്ക്വയറായിട്ട് മുറിച്ചത് ഒരു 100 ഗ്രാം വേണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. 120 ml മിൽക്ക് വേണം. മിൽക്ക് നല്ല തണുത്ത പാലായിരിക്കണം. 3-4 ഐസ് ക്യൂബ്സ് വേണം. അതിൻ്റെ മേളിൽ ഇത് ഉണ്ടാക്കിയെടുത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വേണം. പിന്നെ അതിൻ്റെ മേളിൽ ടോപ്പിങ്സ് ഇടാനായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാനില ഐസ്ക്രീമോ മാംഗോ ഐസ്ക്രീമോ, അത് ഓപ്ഷണലാണ്. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ മത്തങ്ങ നമുക്കൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളമെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചു. മത്തങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വേകട്ടെ. ഒത്തിരി അങ്ങ് വേകണ്ട, ചെറുതായിട്ടൊന്ന് വെന്തിട്ട് അതിനകത്ത് ഒന്ന് തണുത്ത് കിട്ടണം. അന്നേരം അതിൻ്റെ ഒന്ന് ഒരു തിള വന്നു കഴിയുമ്പോൾ അത് നിർത്തുക. എന്നിട്ട് പിന്നെ അത് തണുപ്പിച്ചെടുക്കുക. കാരണം അതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാറില്ല. അപ്പോൾ നമുക്ക് മത്തങ്ങ തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ വേവിച്ചെടുത്ത് വെച്ചിരുന്ന ആ മത്തങ്ങ തണുത്തു. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാക്കി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഐസ് ക്യൂബ്സ്, $120 ml തണുത്ത പാല്, ഇപ്പോൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇനിയൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കേട്ടോ, നല്ല ഓറഞ്ച് കളർ, അതിൻ്റെ അട്രാക്ഷൻ നല്ല പഴുത്ത മാങ്ങ അടിച്ച പോലത്തെ കളർ. നമുക്കിത് ഗ്ലാസ്സിലേക്കാക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള വൈറ്റ് ഐസ്ക്രീം ആണെങ്കിൽ കുഴപ്പമില്ല, അത് കൂടുതൽ നല്ലത്. ഇല്ല എന്നുള്ളത് കുഴപ്പമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പം മാംഗോയുടെ ഐസ്ക്രീമാണ്, അതിലൊരു സ്കൂപ്പ്. ഗാർണിഷ് ചെയ്യേണ്ടവർക്ക് അതിൻ്റെ പുറത്ത് ഗാർണിഷ് ചെയ്യാം. പക്ഷേ ഞാൻ ഗാർണിഷ് ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതങ്ങനെ തന്നെ കഴിക്കുന്ന ഇഷ്ടം. പംകിൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിന് നല്ല ഭംഗിയാണ്, നല്ല കളറ് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഒരു സ്വല്പം ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സോ ടേസ്റ്റിയാണ്. ഇത് വീട്ടിൽ ആർക്കെങ്കിലും വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് മത്തങ്ങയുടെയാണ് ഈ ഷേക്കിന്ന്. ഒരിക്കലും പിടി കിട്ടത്തില്ല. അതാണ് അതിൻ്റെ അകത്ത് സീക്രട്ട്. ഇപ്പോൾ മത്തങ്ങ എല്ലാവരുടെയും വീട്ടിൽ, ഇപ്പോൾ ഫ്രോസൺ മത്തങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്, അതിന് ടേസ്റ്റിന് യാതൊരു ഡിഫറൻസും വരത്തില്ല. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.